ലൈംഗിക പീഡനാരോപണത്തിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി യുവതി. മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഡിജിറ്റൽ തെളിവുകളടക്കം കൈമാറിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ലൈംഗിക പീഡനാരോപണത്തിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആദ്യഘട്ടത്തിൽ തന്നെ യുവതി ഇത്തരത്തിൽ ഈ പരാതികൾ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അവരെ അന്വേഷണം നടത്തി വരികയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് 2 ദിവസം മുമ്പ് ആ യുവതിയുടെ വളരെ ഗൗരവത്തിലുള്ള അല്ലെങ്കിൽ ഗൗരവമായ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മനഃപൂർവ്വം ഗർഭിണിയാകുന്നതിന് വേണ്ടി യുവതിയെ പ്രേരിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി വളരെ വേഗത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിനെ ഉടൻ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് കൈമാറി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. കാരണം ജാമ്യമില്ലാത്ത വകുപ്പുകൾ അനുസരിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നത്. അന്ന് ഈ യുവതി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ശബ്ദ സന്ദേശത്തിന്റെ ഭാഗമായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തിയിരുന്നു. മൊഴി പല ഭാഗങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്ന് യുവതി ഒരു പരാതി നൽകുവാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് യുവതി ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റു നടപടിക്രമങ്ങൾ, അതായത് ഈ ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് ഇതിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭീഷണിപ്പെടുത്തലുണ്ട്, അങ്ങനെ തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയ ഗൗരവമുള്ള ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിന് തലയുരാൻ എളുപ്പമാർഗം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയിരുന്നു. ഒപ്പം കോൺഗ്രസിന്റെ ഇന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരും. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അവരുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ കേസിന്റെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വലിയ തരത്തിൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് ഉറപ്പായത്. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. തൊട്ട് പിന്നാലെ എം.എൽ.എ. സ്ഥാനം പിൻവലിപ്പിക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിൽ തന്നെയും കോൺഗ്രസ് നിന്നും 6 മാസത്തേക്ക് പുറത്താക്കി നിർത്തിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നേരെ പാലക്കാട് എത്തുകയും പാലക്കാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് 2 ദിവസം മുമ്പ് ഈ പെൺകുട്ടിയുടെ എന്ന് പറയപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നത്. അതിൽ വ്യക്തമായി ഗർഭധാരണം നടത്തണം എന്ന് യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതായുള്ള വാക്കുകൾ അതിൽ വ്യക്തമായി ഉണ്ടായിരുന്നു. ഇത് ഒപ്പം ചില വാട്സപ്പ് ചാറ്റുകളും അതിനകത്ത് അതും ആ വാട്സപ്പ് ചാറ്റുകളും ഗൗരവമുള്ളതായിരുന്നു. ഇത് രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്ന് തന്നെ പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും യുവതി പരാതി നൽകാൻ കഴിയില്ല. മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ തൽക്കാലം ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും വലിയ തരത്തിലുള്ള ഗൗരവത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അരുണിമ. ശരി, വ്യക്തമാണ്. ലൈംഗിക പീഡനാരോപണത്തിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് യുവതി. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.